നടി സാമന്ത റുത്ത് പ്രഭു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ശാരീരികമായി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്തും കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നടി. ഇതിനിടെ നടിയുടെ പിതാവ് ജോസഫ് പ്രഭുവിൻ്റെ വേർപാടുണ്ടായെന്ന വാർത്ത ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത്. ദിവസങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ പിതാവിനെക്കുറിച്ച് നടി പറഞ്ഞിരുന്നു. സാമന്തയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പിന്തുണ നൽകി കൂടെ നിന്നത് പിതാവായിരുന്നു. മകളുടെ വിവാഹമോചനം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ്. മകൾ സാമന്തയുടെ കാര്യത്തിൽ എന്നും ആകുലതയുള്ള പിതാവായിരുന്നു ജോസഫ് പ്രഭു. നാഗചൈതന്യയുമായിട്ടുള്ള സാമന്തയുടെ വിവാഹമോചനം അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. സാമന്തയും നാഗചൈതന്യയും തമ്മിലുള്ള വിവാഹം 2021 ഒക്ടോബറിലാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞ് 1 വർഷത്തിനു ശേഷം സാമന്തയുടെ പിതാവ് ജോസഫ് പ്രഭു ഫേസ്ബുക്കിൽ മകളുടെ വിവാഹത്തിനടുത്ത ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ വേർപിരിയലുമായി പൊരുത്തപ്പെടാൻ തനിക്ക് വളരെയധികം സമയമെടുത്തെന്നും തൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാനുള്ള പ്രതീക്ഷയിലാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തെലുങ്ക് ആംഗ്ലോ ഇന്ത്യൻ വംശജനായ ജോസഫ് പ്രഭുവിൻ്റെയും നിനറ്റ് പ്രഭുവിൻ്റെയും മകളായി ചെന്നൈയിലാണ് സാമന്ത ജനിക്കുന്നത്. ഇന്ന് കാണുന്ന സാമന്തയിലേക്കുള്ള നടിയുടെ യാത്ര എളുപ്പമാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് പിതാവായിരുന്നു. അടുത്തിടെ പിതാവ് ജോസഫ് പ്രഭുവുമായുള്ള തൻ്റെ ബന്ധം വഷളായതിനെക്കുറിച്ചും അത് തൻ്റെ ആത്മാഭിമാന ബോധത്തെ എങ്ങനെ ബാധിച്ചുവെന്നും സാമന്ത തുറന്നു പറഞ്ഞിരുന്നു. ഞാനത്ര മിടുക്കിയല്ലെന്ന് എന്നോടച്ഛൻ പറഞ്ഞിരുന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കുറവായതുകൊണ്ടാണ് എനിക്ക് 1ാം റാങ്ക് കിട്ടുന്നതെന്നും പിതാവ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഏതൊരു കുട്ടിയോട് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ സ്വയം താനൊരു മിടുക്കിയല്ലെന്നും മിടുക്കനല്ലെന്നുമുള്ള തോന്നലുണ്ടാകും. ഞാനും വളരെക്കാലം അങ്ങനെയാണ് വിശ്വസിച്ചത്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ മൂല്യനിർണ്ണയത്തിന് വേണ്ടി എനിക്ക് പോരാടേണ്ടി വന്നു. മിക്ക ഇന്ത്യൻ മാതാപിതാക്കളും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. അവർ നമ്മളെ സംരക്ഷിക്കുകയാണെന്ന് അവർ കരുതുന്നു. എന്നാൽ പിന്നീട് തൻ്റെ ആത്മാഭിമാനം വളർത്താൻ പിതാവിൻ്റെ ഈ സംസാരത്തിലൂടെ സാധിച്ചുവെന്നും നടി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് നാഗചൈതന്യയുടെ 2ാം വിവാഹ വാർത്തയെത്തുന്നത്. നടിയായ ശോഭിത ധൂലിപാലിനെയാണ് നടൻ വിവാഹം ചെയ്യുന്നത്. ഡിസംബർ 4-ാം തീയതി ഹൈദരാബാദിലെ സ്റ്റുഡിയോയിൽ വെച്ചാണ് വിവാഹം. വിവാഹ ചടങ്ങുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെയായിരുന്നു നാഗചൈതന്യയുടെയും ശോഭിതയുടെയും ഹൽദി ചടങ്ങുകൾ. അതിനിടയിലാണ് ദുഃഖകരമായ വാർത്ത പുറത്തു വന്നത്. സാമന്തയുടെ പിതാവിൻ്റെ വേർപാടിൻ്റെ വാർത്തയും കഴിഞ്ഞ ദിവസം തന്നെയാണ് സാമന്ത ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവെക്കുന്നത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം.